ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് രാജസ്ഥാനിലെ പ്രശസ്തമായ അജ്മീർ ഷെരീഫ് ദർഗയിലാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷണങ്ങൾ ഞാൻ കാണിച്ചു തരാം. ആദ്യമായി അജ്മീർ ജംഗ്ഷനിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് ഓട്ടോയിൽ ഞങ്ങൾ അവിടേക്ക് പോയി. അവിടേക്ക് 90 രൂപ ചാർജാണ് ഞങ്ങൾക്ക് ഈടാക്കിയത്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ട്രെയിനിൽ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ കൂടെയാണ് ഞാൻ യാത്ര ചെയ്തത്. അപ്പോൾ രാവിലെ ഏകദേശം 5 മണിക്കാണ് ഞാൻ അവിടെ എത്തിയത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചന്തയിലൂടെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ തെരുവ് കച്ചവടങ്ങൾ 24 മണിക്കൂറും സജീവമാണ് ഇവിടെ. പലതരം ഷോപ്പുകളും പലതരം ചന്തകളും. അതുപോലെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇവിടെ വരുന്ന തീർത്ഥാടന യാത്രയാണ്. ഒരുപാട് ഇന്ത്യയിൽ ഉടനീളം ഒരുപാട് വിശ്വാസികൾ ഇവിടെ പ്രാർത്ഥനയ്ക്കായി വരും. ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും ഇവിടെ വരുന്നതാണ്. അപ്പോൾ എനിക്ക് ആദ്യമായി ചെയ്യേണ്ടി വന്നത് എൻ്റെ ഇവിടെ ആദ്യമായി വരുന്നവർ ലഗേജ് ഏൽപ്പിക്കുക. അപ്പോൾ ഇത് എൻ്റെ കൂടെ വന്ന ഒരാളാണ്. അപ്പോൾ അയാൾ അതിൽ സുജൂദൊക്കെ ചെയ്യുന്നുണ്ട്. അയാൾ എന്നോട് പറഞ്ഞു ലഗേജ് അവിടെ വെക്കണം. അപ്പോൾ വെച്ചിട്ട് അവിടെ റെസിപ്റ്റ് കിട്ടും. അപ്പോൾ ആകെ 20 രൂപയാണ് ചാർജ് ഈടാക്കുക. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ചെരുപ്പ് നിങ്ങളവിടെ പുറത്തിടരുത്. ചെരുപ്പ് നിങ്ങൾ ഒന്നെങ്കിൽ ബാഗിൽ എവിടെയും സൂക്ഷിക്കണം, അല്ലെങ്കിൽ കയ്യിൽ പിടിച്ചിട്ട് അവിടെ പള്ളീൻ്റെ അവിടെ സൈഡ് വെക്കണം. പുറത്ത് വെച്ചാൽ എന്തായാലും അവർ കളയും. അപ്പോൾ ഞാൻ അജ്മീർ ദർഗയുടെ ഉള്ളിലോട്ട് പോവുകയാണ്, അകത്തേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇതാണ് ആ പുറത്തെ കാഴ്ചകൾ. ഒരുപാട് കടക്കാരും ഒരുപാട് ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടുത്തെ വിശേഷണങ്ങൾ എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ഏറ്റവും പരിശുദ്ധമായ സൂഫി തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. പിന്നെ മഹാനായ സൂഫി വര്യനായ ഖാജ മൊയിനുദ്ദീൻ ചിസ്തിയുടെ അന്ത്യോങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഗരീബ് നവാസാണ് ഇവിടെ വിളിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ പാവപ്പെട്ടവരെ രക്ഷകൻ. കാരണം ഒരുപാട് പാവങ്ങളായ വിശ്വാസികൾക്ക് അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാനും, അതുപോലെ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരുപാട് ആൾക്കാർ ഇസ്ലാമിലോട്ടൊക്കെ കടന്നു വരുന്ന ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചരിത്രം എന്തെന്ന് പറഞ്ഞാൽ, 12ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഖാജ മൊയിനുദ്ദീൻ ചിസ്തി സ്നേഹം, സമാധാനം, മനുഷ്യസ്നേഹം എന്നിവയാണ് പ്രചോദിപ്പിച്ചത്. പിന്നെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഉൾപ്പെടെ എല്ലാ മതസ്ഥരും ഇവിടെ സന്ദർശിക്കാൻ എത്തുന്നതെന്ന് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇതാണ് ഞാൻ അകത്തുള്ള കവാടം. അപ്പോൾ ഞാനവിടെ പ്രാർത്ഥിച്ചു. പിന്നെ എന്നിട്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാ മതസ്ഥരും ഇവിടെ വരാറുണ്ട്. പിന്നെ ഇത് ഇന്ത്യയുടെ സാമുദായിക ഐക്യത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ്. അപ്പോൾ പിന്നെ പ്രധാന മക്കമറയാണ്. വിശുദ്ധ സ്ഥലത്ത് ആൾക്കാർ ദുആ ചെയ്യുന്നുണ്ട്. പിന്നെ ചാദർ സമർപ്പണം എന്ന് പറഞ്ഞാൽ ഭക്തർ പൂക്കളും ചാദറുകളും സമർപ്പിക്കുന്നു. പിന്നെ ഖവാലിയാണ്, ആത്മീയ സംഗീതം. പ്രത്യേകിച്ച് രാത്രി കാലത്ത് ഇവിടെ സംഗീതമൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അകത്തേക്ക് കയറി. അപ്പോൾ ഇതാണ് അവിടെ അകത്തേക്ക് കയറാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ. അങ്ങനെ ഞാൻ അകത്തോട്ട് കയറി. അപ്പോൾ അകത്തേക്ക് കയറുമ്പോൾ അവിടെ പൂച്ചകളും അതുപോലെ ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇവിടുത്തെ ആ ഒരു ഭക്ഷണം പാകം ചെയ്യുന്നുള്ള ആ ഒരു വലിയ ആ ഒരു പാത്രമാണ്. അപ്പോൾ ഒരു 40 വലിയ ഒരു എന്ന് പറഞ്ഞാൽ ആൾക്കാർ ചുറ്റും കൂടിയിട്ട് ആ ഭക്ഷണം അവിടെ നിന്ന് വാങ്ങുന്നുണ്ട്. അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞത്, ആ ഒരു ചൂട് പാത്രത്തിൽ അതിൻ്റെ അടിയിൽ ഏണി വെച്ച് കീഞ്ഞിട്ടാണ് ഒരാൾ കോരിയെടുക്കുന്നത്. അപ്പോൾ അയാൾക്ക് ആ ഒരു ചൂട് ഒട്ടും അനുഭവപ്പെടുന്നില്ല എന്നാണ് അവർ പറയപ്പെടുന്നുള്ളത്. അപ്പോൾ എനിക്ക് അവിടുന്ന് ഒരു ചോറ് അവിടുത്തെ കിട്ടി. ഇതിൽ പ്രധാനമായുള്ളത് ഇവിടെ ഗീയും അതുപോലെ ഒരുപാട് വിശ്വാസികൾ കൊണ്ടുവരുന്നുള്ള ഒരുപാട് ചോറും പിന്നെ ഒരുപാട് വെജിറ്റബിൾസൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ആ ഒരു ചോറ് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ അകത്തേക്ക് നിന്നുള്ള ആ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ ഒരുപാട് വിശ്വാസികളുണ്ട്. അവിടെ ഇതാണ് ഹൗള്. അവിടെ ഉളു എടുത്തിട്ടാണ് അകത്തേക്ക് കയറുക. അപ്പോൾ ഇത് അവിടുത്തെ മരമാണ്. അപ്പോൾ അതിൽ
കുറേ ആൾ നൂലും അതൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വിശ്വാസികൾ അവിടെ വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ അവിടുത്തെ കാഴ്ചകളാണ്. അപ്പോൾ ഞാനവിടെ കുറച്ച് നേരം നിന്നു പ്രാർത്ഥിച്ചു. അപ്പോൾ പുരുഷന്മാരെക്കാളും കൂടുതൽ ഇവിടെ ഉള്ളത് സ്ത്രീകളാണ്. അപ്പോൾ അവിടുത്തെ മലമുകളിൽ ആ പട്ടണം അതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒരുപാട് വിശ്വാസികൾ അവിടെ ഉണ്ട്. ഇതാണ് അവിടുത്തെ ഒരുപാട് വിശ്വാസികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ എനിക്ക് അവിടെ നിന്ന് ആദ്യമായിട്ട് എനിക്ക് കാണാൻ പറ്റി. അപ്പോൾ ഒരുപാട് പൂക്കൾ ഇടുന്ന ആ ഒരു കാഴ്ചയും അതുപോലെ പുടവ ഏന്തി കൊടുക്കുന്ന കുറേ ആൾക്കാരും. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ദീർഘയാത്ര ചെയ്തിട്ട് ഒരു സ്ഥലം സന്ദർശിക്കുന്നത്. അത് ഒറ്റയ്ക്കായിരുന്നു എൻ്റെ യാത്ര. ട്രെയിനിലായിരുന്നു. ട്രെയിനിൽ അത്യാവശ്യം എനിക്ക് ഇത് കിട്ടിയത് കൊണ്ട് ഉറങ്ങാനൊക്കെ കിട്ടിയതുകൊണ്ട് എനിക്ക് അത്ര ടയേർഡ് ആയിട്ടില്ല. അപ്പോൾ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ ദൈർഘ്യയുടെ ഉള്ളിൽ കയറണമെങ്കിൽ തലയിൽ എന്തെങ്കിലും തൊപ്പിയോ അല്ലെങ്കിൽ ടുവാലോ ധരിച്ചിരിക്കണം, അല്ലെങ്കിൽ അവർ അകത്തേക്ക് കയറി വിടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ലൈനിൽ നിന്നിട്ട് എന്ത് ചെയ്യുമെന്ന ഒരു അവസ്ഥയിൽ എനിക്കൊരാൾ അവിടെ നിന്ന് ടവൽ കെട്ടിത്തന്നു. ഇതാണ് അജ്മീർ ദർഗയിലെ ആ കാഴ്ച. അപ്പോൾ അകത്തേക്ക് ക്യാമറ ഒന്നും അലൗഡ് അല്ല. അപ്പോൾ അവരെ പിടിച്ചു വെക്കും. അപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ആ ഒരു അകത്തേക്ക് കാഴ്ച നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത് അവിടുത്തെ പുറത്തെ കാഴ്ചകളാണ്. ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ വിശ്വാസികൾ വരുന്നത് അവരുടെ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനൊരു ശമനം കിട്ടാൻ അല്ലെങ്കിൽ അതിനൊരു എന്തെങ്കിലും ഒരു പരിഹാരം തേടിയിട്ടാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ മാസത്തിൽ വരുന്ന ദീർഘ മാസത്തിൽ വരുന്നവരുണ്ട്, ലൈഫിൽ ഒരു പ്രാവശ്യം വരുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ വിശ്വാസികളാണ്, വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ ഒരുപാട് കാഴ്ചകളുണ്ട്. ഇവിടെ അടുത്ത് ഞാൻ പോകാൻ പോകുന്നത് ഇവിടെ അടുത്തുള്ള ആ വലിയൊരു കുളത്തിലേക്കാണ്. അപ്പോൾ കുളം കാണുമ്പോൾ എനിക്ക് പേടിയായി. അവിടുന്ന് പരുന്തുകളും അതുപോലെ ഒരുപാട് കാണാൻ. ഇതാണ് അവിടുത്തെ ആ കുളം. അല്ലെങ്കിൽ ഒരുപാട് ഇത്ര മഴക്കാലം അല്ലെങ്കിൽ ഒരു വർഷത്തിലുടനീളം അവിടെ ജലം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഒരിക്കലും വറ്റാത്ത കുളമായിട്ടാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണ ഒരു പാത്രങ്ങളും ഒരുപാടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടു. പിന്നെ ദൂരങ്ങളിൽ നിന്ന് വരുന്ന ഉണ്ട്. അടുത്തതായി എനിക്ക് കണ്ടത് അവിടെ കുരങ്ങാണ്. ആ ഒരു മഖാമിൻ്റെ കുബ്ബയിൽ കറങ്ങിക്കളിക്കുന്ന ഒരുപാട് കുരങ്ങുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഖാജ മൊയ്നുദ്ദീൻ്റെ ഒരുപാട് വേറെ
ബന്ധുക്കളുടെയും അതുപോലെ വേറെ കുറേ മക്ബറയും അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ അടുത്തതായി എനിക്ക് കണ്ടത് ഇവിടെ ഒരു ഗാനം അവർ ആലപിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എനിക്ക് കണ്ടത് ഒരു തലയിലൊക്കെ തട്ടായിട്ടൊരു ആൾ ദൈവം പോലെ, സ്ത്രീയോ പുരുഷനെന്നറിയില്ല. അപ്പോൾ അദ്ദേഹം ആൾക്കാർക്ക് 20 രൂപയുടെ നോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അയാളിൽ നിന്ന് വാങ്ങി. അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാർ പുഷ്പാർച്ചന എന്ന് പറയുന്ന അതാണ് കൊണ്ടുപോവാണ്. അപ്പോൾ മതിലിൽ ചരട് കെട്ടിയിട്ട് അങ്ങനെ ഒരു ആചാരങ്ങൾ. പിന്നെ കുറേ കഞ്ഞി സംഭാവന, അത് മലയാളത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ അടുത്ത കാഴ്ച എന്ന് പറഞ്ഞത് ഇവിടുത്തെ റൊട്ടി പാകം ചെയ്യുന്ന കാഴ്ചയാണ്. നമ്മുടെ നാട്ടിൽ റൗണ്ടിലുള്ള റൊട്ടിയല്ലേ, ഇവിടെ ചതുരത്തിലെ റൊട്ടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ചേട്ടൻ അവിടെ ഉണ്ടാക്കുന്നത് ഞാൻ കുറച്ച് നേരം അവിടെ നോക്കി നിന്നു. അങ്ങനെ അദ്ദേഹം ആ റൊട്ടി പാകം ചെയ്യുകയാണ്. അപ്പോൾ ഒരു റൊട്ടി തന്നെ പാകമാകാൻ വേണ്ടിയിട്ട് ഏകദേശം 1 മിനിറ്റ് വേണം ഒരു പാകമാകാൻ വേണ്ടിയിട്ട്. മൈദയിലോ ആട്ടയിലോ, എനിക്ക് തോന്നുന്നു ആട്ടയിലാണ് ആ റൊട്ടി ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു, അത് ഒരു ഇതിട്ടിട്ട്. അപ്പോൾ അവിടുത്തെ നോർത്ത് ഇന്ത്യൻ ഭക്ഷണ രീതി നമ്മുടെ കേരളം അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ അപേക്ഷിച്ച് ഇത് വ്യത്യസ്തമാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പുറത്തെ കാഴ്ചകൾ. ഇതാണ് ഞാൻ പറഞ്ഞത്, കഞ്ഞി പൈസ നോച്ച ഇവിടെ സ്വീകരിക്കും. മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. രാജസ്ഥാൻ എന്നൊരു ഇത്രയും കേരളത്തിൽ നിന്ന് ഏകദേശം ഒരു 1500 മേലെ കിലോമീറ്ററുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരു മലയാളികൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ വലിയ അത്ഭുതമൊന്നും വേറെ കാണാനില്ല. അപ്പോൾ മലയാളികൾ ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഏത് കോണിലും ഉണ്ടാകും, ചന്തയിൽ പോയാലും ഉണ്ടാകും എന്നുള്ളൊരു തെളിവാണ് അത്. അപ്പോൾ എവിടെ പോയാലും അത് മലയാളീൻ്റെ ആ ഒരു ഇത് ഉണ്ടാകും. അപ്പോൾ ഇവിടെ ഒരുപാട് സംഭാവന ചെയ്ത ഒരു അരികളും അതുപോലെ കുറേ കാണാൻ സാധിച്ചു. പിന്നെ ഇവിടുത്തെ ആ ഒരു പാകം ചെയ്യാനുള്ള ഇതാണ്. അപ്പോൾ അവിടെ കുറേ പൈസകളും അതുപോലെ കൊപ്രകളും അതുപോലെ അവർ വിശ്വാസികൾ എന്താണോ കൊണ്ടുവരുന്നതൊക്കെ അതിലിടുന്നത് കണ്ടു. അപ്പോൾ ഞാൻ ഇങ്ങനെ പുറത്ത് പോകുന്ന എനിക്ക് എല്ലാം സിയാറത്ത് കഴിഞ്ഞിട്ട് പുറത്ത് പോവുകയാണ് ഞാൻ. അപ്പോൾ ഇതാണ് അവിടുത്തുള്ള ആ പള്ളി, അജ്മീറിലെ പള്ളിയാണ് ഇത്. നിസ്കരിക്കാനുള്ള പള്ളിയാണ്. ഏകദേശം ഒരുപാട് പേർക്ക്, ഒരു 2000 പേർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പണ്ട് കാലത്ത് നിർമ്മിച്ച ആ ഒരു നിർമ്മിതിയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പണ്ട് കാലങ്ങളിൽ നിർമ്മിച്ച ആ വാതിലുകളും. അപ്പോൾ ഇതൊക്കെ പുതുക്കി പണിതതാണെന്ന് തോന്നുന്നു. ഏകദേശം നല്ലൊരു മുറ്റവും മൈതാനവും ഒക്കെ ഉള്ള അതിവിശാലമായ രാജസ്ഥാൻ മാർബിളൊക്കെ ഇട്ടിട്ടുള്ള ആ മനോഹരമായ ആ വാസ്തുശില്പികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ, ഇവിടെ രാവിലെ വരുമ്പോൾ ഏകദേശം വല്ലാത്ത ഒരു കാറ്റായിരുന്നു. എനിക്ക് ആ കാറ്റ് അനുഭവപ്പെട്ടപ്പോൾ എന്തോ ഒരു ഫീൽ എനിക്ക് അനുഭവപ്പെട്ടു, എൻ്റെ സത്യാവസ്ഥ പറഞ്ഞാൽ. അപ്പോൾ എനിക്കെന്തോ വേറെ എന്തോ വല്ലാത്ത ഒരു ആത്മീയത അനുഭവപ്പെട്ട പോലെ എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങളുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ലൈഫിൽ ഇവിടെ വരേണ്ടതാണെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും നന്ദി.